ഹായ് ഹലോ നമസ്തേ കുക്കി ആസ്ട്രോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ആസ്ട്രോളജി പ്രോഗ്രാം തന്നെയാണ് കേട്ടോ. പക്ഷെ വേറിട്ടതും കൂടിയാണ്. എന്തെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങൾക്കൊരു മിഷനാണ്. എ മിഷൻ wherein we want to give you all the right kind of information, the right kind of knowledge, the right kind of awareness, and more importantly, the right kind of guidance at the right time to those who come to us. Yes, to those who come to us. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ മാത്രമല്ലേ ഞങ്ങൾക്ക് ഈ ഒരു നോളജ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ വൺസ് അഗെയിൻ വെൽക്കം യു ഓൾ ടു കുക്കി ആസ്ട്രോ. ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഒരു സ്ഥായിയായിട്ടുള്ള മെൻറ്ററിനെ ലഭിച്ചത്. ഡോക്ടർ രാജേഷ് രാജ്, who is a well experienced Vedic astrologer, a very learned scholar who is having a doctorate in Vedic astrology. ഡോക്ടറെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടിയാവാം അല്ലേ. ഡോക്ടർ രാജേഷ് രാജ്, താങ്കൾക്കും കുക്കി ആസ്ട്രോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. താങ്ക് യു മാഡം. താങ്ക്സ് ഫോർ ദി ഇൻവിറ്റേഷൻ ഇൻ യുവർ ചാനൽ. അപ്പോൾ മാഡം എന്നെ ഈ ചാനലിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷം. മാഡത്തിൻ്റെ കൂടെ ഈ ഒരു മിഷനിൽ പങ്കെടുക്കാൻ എന്നുള്ളത് വളരെ നല്ലൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ മാഡം പറഞ്ഞ പോലെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നമ്മളൊരു പരിഹാരവും അതുപോലെ തന്നെ ഇൻഫോർമേഷൻസും വളരെ നല്ല രീതിയിലുള്ള അവയർനെസ് പ്രോഗ്രാമും ഇതെല്ലാം കൊടുക്കുക എന്നുള്ള ഈ ഒരു മിഷനിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എനിക്ക് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം ഞാൻ എന്നെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ തരാം. ഞാനൊരു അസ്ട്രോളജറാണ്. ഞാൻ വേദിക് അസ്ട്രോളജി PhD ചെയ്തിട്ടുണ്ട്. അതുപോലെ കൂടെ തന്നെ അസ്ട്രോളജി തന്നെ വേറെ പല ബ്രാഞ്ചിലും ഞാൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. BNN, KP അസ്ട്രോളജി. പിന്നെ ഇത് കൂടാണ്ട് ഞാനൊരു ന്യൂമറോളജിസ്റ്റ് ആണ്, അതൊരു വാസ്തു സ്പെഷ്യലിസ്റ്റ് ആണ്, അതുപോലെ ആസ്ട്രോ വാസ്തു സ്പെഷ്യലിസ്റ്റ് ആണ്. പിന്നെ ഞാൻ ഗ്രാഫോളജി, ബിസിനസ് കാർഡ്, ലോഗോ മേക്ക് ഡിസൈനിങ്, അങ്ങനെ പല പല കോഴ്സുകളിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇതുപോലെ തന്നെ ഞാൻ ആൾക്കാർക്ക് ടീച്ചിങ്ങും ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 7 to 8 years ആയിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ തന്നെയാണ്. അപ്പോൾ ഇതിനകത്തിട്ട് ഞാൻ വരാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ടൈമിലല്ല. ആക്ച്വലി അത് ശരിക്കും പറഞ്ഞ ഒരു ഹിമാലയൻ ജേർണിയാണ്. അപ്പോൾ ഈ പണ്ടൊക്കെ നമ്മൾ പുസ്തകത്തിലൊക്കെ കേട്ടിട്ടുണ്ട് ഹിമാലയൻ സ്പിരിച്വൽ ജേർണിക്ക് വേണ്ടി ഹിമാലയൻ പോവുക എന്നുള്ളത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് വന്നത് വളരെ ഞാനൊരു ടൂറായിട്ടാണ് കണക്കാക്കിയത്. ഒരു യാദർശികമായി കിട്ടിയ ഒരു പിൽഗ്രിമേജ് ടൂറിൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് എൻ്റെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. താങ്ക് യു. ഒരു വാസ്റ്റ് ഓഷൻ ആയ സബ്ജക്റ്റ് ആസ്ട്രോളജിയിൽ ഒന്നിലേറെ ശാഖകളിൽ നല്ല പ്രാവീണ്യവും നല്ല അനുഭവസ്വത്വം ആർജിച്ചിരിക്കുന്ന ഒരു മെൻറ്ററാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിൽ അറിയുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം. ഇസ് ദർ എനി വൺ ഏരിയ അല്ലെങ്കിൽ വൺ ബ്രാഞ്ച് ദാറ്റ് വിച്ച് ഇസ് യുവർ ഫേവറേറ്റ്? കാര്യം സാധാരണയായിട്ട് നമുക്ക് എല്ലാവർക്കും ചില കാര്യങ്ങളോട് കുറച്ച് പ്രിയം കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വരാറുണ്ട്. അപ്പോൾ താങ്കളുടെ ഒരു ഫേവറേറ്റ് ഈ പറഞ്ഞ ബ്രാഞ്ചസിൽ ഏതാണെന്നുള്ള അറിയാനായിട്ട് ചെറിയൊരു കൗതുകം. അപ്പോൾ മാഡം ചോദിച്ച പോലെ ഈ ഒരു ഫീൽഡിൽ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് ആൾക്കാരുടെ ഒരു റിക്വയർമെന്റ് പോലെയാണ്. കാരണം പലരും വരുന്നത് ചിലപ്പോൾ അവരുടെ ഒരു പ്രശ്നത്തിനായിരിക്കാം. പക്ഷേ നമുക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല സയൻസും യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അസ്ട്രോളജി ആയിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ നമുക്ക് റെമഡി കൊടുക്കുന്നത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ന്യൂമറോളജി ചെക്ക് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ വാസ്തു ചെക്ക് ചെയ്യേണ്ടി വരും. സോ ഞാൻ മിക്കവാറും ഇത് ഒരാൾ വരുമ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ്. അല്ലാണ്ട് ഒരു പ്രത്യേക ഒരു നോളജ് വെച്ച് മാത്രം നമുക്ക് ഒരു പരിഹാരം ചിലപ്പോൾ എത്താൻ പറ്റത്തില്ല. ചില ഇതിനകത്തൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ചിലവർക്ക് നമുക്ക് കുറേ കൂടി ഡീപ്പ് അനലൈസിസ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതേപോലെ എനിക്ക് എല്ലാ സബ്ജക്റ്റും എനിക്ക് ഫേവറേറ്റ് ആണ്. ഞാൻ ഈ ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റും എനിക്ക് ഫേവറേറ്റ് ആണ്. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ഇതിപ്പോൾ പറഞ്ഞ പോലെ ആ ജ്യോതിഷത്തിൻ്റെ ഏറ്റവും വലിയൊരു വേർഡ് എന്ന് പറഞ്ഞാൽ കാൽ പാത്ര
ഇതൊക്കെ നമുക്ക് നോക്കണം, ഒരാളുടെ പരിസ്ഥിതി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം. ഇപ്പോൾ ഒരാൾ വരുന്ന സമയം, അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്, അല്ല അദ്ദേഹം ഏത് പ്രശ്നമായിട്ടാണ് വരുന്നത്, അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. അത് വെച്ചിട്ട് വേണം. ഒരു സ്റ്റുഡൻറ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ, പ്രശ്നപരിഹാരം ആയിരിക്കത്തില്ല ഇപ്പോൾ ഒരു മുതിർന്ന ഒരാൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലിയിലോ ബിസിനസ്സിലോ ഉള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ വ്യത്യസ്തപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കണം അത് നോക്കേണ്ടത്. ഇപ്പോൾ ഒരു വിവാഹം അല്ലെ റിലേഷൻഷിപ്പിന് വരുമ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞ എല്ലാ തരത്തിലുള്ള സയൻസും ഇതിന് നമുക്ക് വളരെയധികം ആ, ഉപയോഗിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാം എനിക്ക് പറയാം ഫേവറേറ്റ് ആണ്. അതുപോലെ ഇതെല്ലാം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്ട്സ് ആണ്. വാസ്തു നമ്മൾ സർവ്വസാധാരണയായിട്ട് കേൾക്കുന്ന ഒരു പദമാണ്. സർവ്വസാധാരണ, ഇറ്റ്സ് വെരി വെരി കോമൺ. എന്തും ഏതിനും നമ്മൾ വാസ്തു എന്നൊക്കെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. പക്ഷേ ആസ്ട്രോ വാസ്തു ഇറ്റ്സ് നോട്ട് ദാറ്റ് കോമൺലി ഹേർഡ്. സോ ഇത് രണ്ടും രണ്ടാണോ അതോ ഒന്നിനെ തന്നെ രണ്ട് രീതിയിൽ പറയുന്നതാണോ? ഇപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരും ഇപ്പോൾ വാസ്തു ചെയ്യുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ വാസ്തു വെച്ച് മാത്രം അവർ വാസ്തുവിൻ്റെ അലൈൻമെൻറ്റ് നടത്തുവോ അല്ലെങ്കിൽ ചേഞ്ചസ് നടത്തുവോ ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ അവർ ആ ഒരു ബേസിക് റൂൾസ് മാത്രം അപ്ലൈ ചെയ്യുകയാണ്. പക്ഷെ പഴയ വാസ്തു, ഓക്കെ, ഇതെല്ലാം നമ്മുടെ വേദിക് വാസ്തു അല്ലെ വേദിക് അസ്ട്രോളജി ആണ് ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ഉറവിടം എന്ന് പറയുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അന്നുണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളും ഈ പറഞ്ഞ പോലെ നമ്മുടെ കാൽപാത്ത പരിസ്ഥിതിയൊക്കെ മാറി. അപ്പൊ അതുപോലെ അനുസരിച്ച് ഇന്ന് ആയിരക്കണക്കിന് വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളും ജോലിയും, ആൾക്കാർ ജനിച്ച നാട്ടിൽ നിന്ന് പല സ്ഥലത്തും പോയി ജോലി ചെയ്യുന്നു, പലതരത്തിലുള്ള റിലേഷൻഷിപ്പ്, അപ്പം ഡിഫറെന്റ് റിലീജിയൻ അല്ലെ കാസ്റ്റിലൊക്കെ മാരേജ്, അങ്ങനെ ഒത്തിരി തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈഫിലാണ് നമ്മൾ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ പല സ്കോളേഴ്സും ഇതിനെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്ത് പല രീതിയിലും ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എത്രമാത്രം അതുകൂടെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് വേണം ഇതിൻ്റെയൊക്കെ നമുക്ക് ആക്ച്വലി ഒരു റിസൾട്ട് കൊടുക്കാനും അവർക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് അതെല്ലാം യൂസ് ചെയ്തിട്ട് വേണം. അല്ലാണ്ട് നമ്മൾ ആ ഒരു പഴയ ഒരു സയൻസിന്റെ ബേസിക് റൂൾ വെച്ചുകൊണ്ടിരുന്ന ഇപ്പോഴത്തെ ഒരു കാര്യത്തിലും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ജ്യോതിഷത്തിന്റെ അർത്ഥം തന്നെ, നമ്മുടെ ഒരു ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ജ്യോതിയാണ്. അപ്പോൾ ആ ഒരു ലൈറ്റ് നമുക്ക് തീർച്ചയായിട്ടും ഒരാളുടെ ജീവിതത്തിൽ കൊടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ ജീവിത കാലവും പരിസ്ഥിതിയും ഇതെല്ലാം നോക്കിയിട്ട് വേണം. അപ്പോൾ ഇതിനു വേണ്ടി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേദിക് അസ്ട്രോളജിയിൽ നിന്ന് നമുക്ക് വന്നിട്ട് ഇപ്പോൾ BNN KP അസ്ട്രോളജി, അതായത് കൃഷ്ണമൂർത്തി പദ്ധതി, അല്ലെങ്കിൽ ഭൃഗുനന്ദി നാഡി, ജെമിനി അസ്ട്രോളജി, അങ്ങനെ ഒത്തിരി തരത്തിലുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്തിരിയോട് വളരെ അക്യുറേറ്റ് ആയിട്ടും കുറേം കൂടി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വെച്ചിട്ട് നമുക്കൊരാൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അല്ലെ അവരുടെ ജീവിതത്തിലായിട്ടൊരു ലൈറ്റ്, അവർക്കൊരു അവരുടെ ജേർണിയിൽ നമുക്കൊരു ജ്യോതി കൊടുക്കുന്നതിന് തീർച്ചയായിട്ടും ഇത്തരം പുതിയ സ്കോളേഴ്സിൻ്റെ ഈ പറഞ്ഞ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചസ് വളരെ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ വാസ്തുവിൽ പണ്ട് കാലഘട്ടങ്ങളിൽ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന വീടിനെല്ലാം ഒരേ രൂപകൽപ്പനയും, അല്ലെങ്കിൽ ഓരോ അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷനും ഒരു 3-4 പ്രൊഫഷനിൽ കൂടുതൽ ആരും ചെയ്തിട്ടില്ല. ഇപ്പോൾ പണ്ടുള്ള ബ്രാഹ്മണരായിരുന്നെങ്കിൽ അവർ പൂജ അത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഈ പഴയ വാസ്തു കൂടുതലും ഈ ബ്രാഹ്മണരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വാസ്തുവാണ്. അമ്പലങ്ങളും അല്ലെങ്കിൽ അവരുടെ വീട് സങ്കല്പവുമായിട്ടുള്ള വാസ്തുവാണ്. പക്ഷെ ഇന്ന് ഇപ്പോൾ വന്നിട്ട് ആൾക്കാരുടെ വീട് ഉണ്ടാക്കുന്ന സ്ഥലവും അതുപോലെ അതിൻ്റെ രീതി, ഫ്ലാറ്റ്, അപ്പാർട്ട്മെന്റ്, വില്ലാസ് എല്ലാം പല പല രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഒക്കെ വീട് പണിയുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഇല്ലാത്ത ഒബ്ജക്ട്സ് ഇന്ന് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഒബ്ജക്ട്സ് കാണാൻ പറ്റും. സോ ഈ ഒബ്ജക്ട്സ് തീർച്ചയായിട്ടും നമ്മുടെ വാസ്തു ഇതിനകത്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്കും ഇത് അറിഞ്ഞുകൂടാ. ആൾക്കാർ ഓരോന്നും എവിടെ പോയാലും ഓരോ ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ സൊവനിയേഴ്സും ഇതൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു, അവിടെ പ്ലേസ് ചെയ്യുന്നു, ഇവിടെ പ്ലേസ് ചെയ്യുന്നു. പക്ഷെ ഇത് തീർച്ചയായും ഇത് വളരെയധികം നമ്മുടെ വാസ്തുവിനെ എഫക്റ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജപ്പാൻ ബേസ്ഡ് ആയിട്ട് സെൻ വാസ്തു, ഫെങ്ഷുയി, ഇത് വാസ്തു ഇതേപോലെ തന്നെ ഓരോ സ്ഥലത്തെ ഇത് വെച്ചിട്ടാണ് വാസ്തു ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ ജപ്പാനിലോ ചൈനയിലോ ഉള്ള ഏതൊരു ഇപ്പൊ ഈ മാർഷ്യൽ ആർട്സ് അല്ലെങ്കിൽ അവരുടെ പല രീതിയിലുള്ള ഈ പറഞ്ഞ വാസ്തു കൺസെപ്റ്റ്, ന്യൂമറോളജി, ഇതെല്ലാം ബേസ് ശരിക്കും നമ്മുടെ ഭാരതത്തിൽ നിന്ന് പോയിട്ടുള്ളതാണ്. പക്ഷെ അവരവരുടെ അവിടെ ചെന്നപ്പോൾ അവരുടെ കൾച്ചറിലും അവരുടെ ജീവിത രീതിയും അവിടുത്തെ പരിസ്ഥിതി എല്ലാം വെച്ച് അതിനെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ആ പരിസ്ഥിതിനെ നമ്മൾ ഇങ്ങോട്ട് വീണ്ടും കൊണ്ടുവരുന്ന ഒരു
കാലഘട്ടവും കൂടിയാണ്. അപ്പോൾ പലരും ഇപ്പോൾ ഇത്തരം വാസ്തുവൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഈ വാസ്തു നമ്മുടെ കേരളത്തിലോ അല്ലെ ഭാരതത്തിലോ അത് എഫക്റ്റീവ് അല്ല. അതിൻ്റെ യൂസും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായ വളരെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള സയൻസുകളുണ്ട് ഈ കാര്യത്തിനകത്ത്. അപ്പോൾ ഈ ഒരു ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ മാറണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ വാസ്തുവിൽ ബ്രാഹ്മണരുടെ ആ ഒരു സങ്കല്പത്തിലുണ്ടായിരുന്ന വാസ്തു ഇപ്പം നമുക്ക് വേറൊരു പ്രൊഫഷനിൽ, ഇപ്പോൾ ഒരു മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന, അല്ല വേറൊരു രീതിയിൽ ടീച്ചറോ അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ പലതരത്തിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇവർക്കൊന്നും ആ ഒരു സെയിം വാസ്തു കൺസെപ്റ്റിൽ അവർക്ക് അവരുടെ വീടിന് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് ആസ്ട്രോ വാസ്തു എന്ന് പറയുന്നത് ആ വീട് വെക്കുന്ന ആളുടെ അസ്ട്രോളജിയെ ബേസ് ചെയ്തിട്ട് വാസ്തു ചെയ്യുന്ന ഒരു ഇതാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. ഒരാൾക്ക് ഇപ്പോൾ സൗത്ത് എൻട്രൻസ് നമ്മൾ ഒരു മെലഫിക് എൻട്രൻസ് ആയിട്ടാണ് പഴയ വാസ്തുവിൽ കണക്കാക്കുന്നത്. പക്ഷെ എത്രയോ പേര് സൗത്ത് എൻട്രൻസിൽ നല്ല രീതിയിൽ ജീവിക്കുന്നു, അവർക്ക് നല്ല പ്രോഗ്രസ് കിട്ടുന്നു. സോ ഇതൊക്കെയാണ് നമുക്ക് വാസ്തുവിലും അല്ലെങ്കിൽ അസ്ട്രോളജിയിലും നമ്മുടെ നാട്ടിലുള്ള പല ന്യൂ ജനറേഷൻ ആൾക്കാർക്കും ഇതിനോട് ഇതിൻ്റെ വിശ്വാസ്യത കുറയുന്നതും, അതുപോലെ തന്നെ ഇതിനകത്തായിട്ട് കൂടുതൽ വരാനുള്ള താല്പര്യക്കുറവും ഒക്കെ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഓടിച്ചോക്കെ വാസ്തു നോക്കി, അപ്പോൾ ഒരു നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് ഓപ്പൺ, നോർത്ത് ഈസ്റ്റ് ഓപ്പൺ, ഈശാൻ കോൺ എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഇത് ഇവിടെ ടോയ്ലറ്റ് വെള്ളം, ഇതാണ് എൻട്രൻസ് എന്നല്ല, ഇങ്ങനെയൊക്കെ ഒരു ബേസിക് കൺസെപ്റ്റ് മാത്രമേ. അല്ലെങ്കിൽ പിന്നെ ഒരു എലമെന്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ള വാസ്തുവാണ് അറിയാവുന്നത്. ഇപ്പം ഇവിടെ വാട്ടർ, ഈ ഒരു സൈഡിൽ വാട്ടർ, ഇവിടെ ഫയർ, ഈ എലമെന്റ്, ഇവിടെ മെറ്റൽ എലമെന്റ്, ഇങ്ങനെയൊക്കെ ഈ ഒരു എലമെന്റ് ബേസ്ഡ് ഒക്കെ കുറെ വാസ്തുവൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതിൽ കൂടുതലും വാസ്തുവിൽ ഒത്തിരി ഡീപ്പായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻഫർമേഷൻ നമ്മുടെ ഈ പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. അപ്പോൾ ഫ്രണ്ട്സ്, കുക്കി ആസ്ട്രോയുടെ ഈ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്ഥായി മെൻറ്ററായ ഡോക്ടർ രാജേഷ് രാജിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഏരിയാസ് ഓഫ് സ്പെഷ്യലൈസേഷൻ നമ്മൾ മനസ്സിലാക്കി. വേറെ കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി. ഈ ജൈത്രയാത്ര അങ്ങോട്ട് തുടരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്: 7012176219. 7012176219. ഇതോടൊപ്പം നിങ്ങളുടെ ക്വയറീസ്, നിങ്ങളുടെ കൺസേൺസ് എന്തുമാവട്ടെ, ഡോക്ടറിൻ്റെ ഈ പറയുന്ന ഏരിയാസ് ഓഫ് സ്പെഷ്യലൈസേഷൻ, അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നതും ടീച്ച് ചെയ്യുന്നതുമായ ഈ ബ്രാഞ്ചസ്, അതായത് ന്യൂമറോളജി, വാസ്തു, ആസ്ട്രോ വാസ്തു, ഗ്രാഫോളജി, ബിസിനസ് കാർഡ് മേക്കിംഗ്, ലോഗോ എക്സെട്ര, ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനോ പ്രശ്നപരിഹാരമോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളായിട്ട് കണക്റ്റ് ആവാം. ഡോക്ടറിൻ്റെ സേവനങ്ങൾ ഓൺലൈനായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അറിയിക്കേണ്ടത് നേരത്തെ പറഞ്ഞ വാട്സാപ്പ് നമ്പറിൽ തന്നെയാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെ സൈനിങ് ഓഫ് നൗ, യുവർ ഫ്രണ്ട് ഗുർദീപ് കൗർ. താങ്ക് യു.